പീപ്പിൾ ടിവി ഫോളോ സൈന്യത്തിൽ ജോലി ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകി ബിജെപി നേതാവ് എം ഡി രാജൻ പണം വാങ്ങിയതായി സ്ഥിരീകരണം. ഹിന്ദു ഐക്യവേദി നേതാവ് പി ഇ രാജേഷിന്റെ ശബ്ദരേഖ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. രാജനെ ന്യായീകരിക്കുന്ന സംഭാഷണത്തിൽ പണം വാങ്ങിയത് സ്ഥിരീകരിക്കുന്നു. പണം വാങ്ങിയത് റിക്രൂട്ടിംഗ് ഏജൻസിക്ക് നൽകാനാണെന്ന വിശദീകരണം. വിവരങ്ങൾ ആ ശബ്ദരേഖയിലേക്ക്. ചെറിയ കൈവേലി സ്വദേശി ശ്രീധരേട്ടന്റെ മകന് വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ കുക്കായിട്ടുള്ള ജോലി. അവന് ഈ വിഷയം പഠിച്ച ആളായിരുന്നു. രാജേട്ടന്റെ വീട്ടിൽ നിരന്തരമായിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ, അതായത് ശ്രീധരേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും നിരന്തരമായിട്ട് വരികയും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നേതാവല്ലേ നിങ്ങൾ, എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് എൻ്റെ മകൻ ആ ജോലി ശരിപ്പെടുത്തണമെന്ന് നിരന്തരം പറഞ്ഞു. രാജേട്ടൻ പലതും ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. അങ്ങനെ പല ആളുകളോടും വിളിച്ചു പറഞ്ഞപ്പോൾ ഒരാൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പട്ടാളത്തിൽ നിന്നും റിട്ടയർഡ് ചെയ്ത കുറേ കേണൽമാരും എല്ലാം ചേർന്ന് നടത്തുന്ന ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച 100% ആളുകൾക്ക് അല്ലെങ്കിൽ 90% ആളുകൾക്കും ജോലി സാധ്യത ഉറപ്പാണ്. അതിനവിടെ ഡൊണേഷൻ ആവശ്യമുണ്ട്. നമ്മളിത് കൈക്കൂലി എന്ന് വിളിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ 5 ലക്ഷം രൂപ വരെ അവർ മേടിക്കുന്നുണ്ട്. പക്ഷേ രാജേട്ടന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും രാജേട്ടന്റെ സ്വാധീനം കൊണ്ടും BJPയിൽ അറിയപ്പെടുന്ന നേതാവായതുകൊണ്ടും 1.5 ലക്ഷം രൂപ അവിടെ ചെലവ് വരുമെന്നും ആ പൈസ കൊടുത്താൽ ഈ ചെറുപ്പക്കാരന് അവിടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പരിശീലനം കൊടുക്കാമെന്നും അവർ പറഞ്ഞു. രാജേട്ടൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞു ശ്രീധരേട്ടനോട്. അവർ പറഞ്ഞു, ഞങ്ങൾ എവിടെ നിന്നെങ്കിലും പൈസ ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം, ഈ ജോലി വിട്ടുകളയരുത് എന്ന്. അങ്ങനെ അവർ 1 ലക്ഷം രൂപയുമായിട്ട് രാജേട്ടന്റെ കെയർ ഓഫിൽ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പൈസ കൊടുക്കുന്നു. 40,000 അവർ ഡയറക്റ്റ് ആയിട്ടും 1 ലക്ഷം രാജേട്ടന്റെ മുഖാന്തരവും കൊടുത്തു. പി വി കുട്ടൻ കൂടി ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. കുട്ടൻ, മെഡിക്കൽ കോഴ അഴിമതിക്ക് പിന്നാലെ ഇപ്പോൾ മറ്റൊരു കോഴ ആരോപണം കൂടി BJPയെ കുരുക്കിലാക്കുകയാണ്. സൈനിക കോഴ ആരോപണം. പണം വാങ്ങി എന്നതിന് സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ് ഒരു ഹിന്ദു ഐക്യവേദി നേതാവ്. എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഗ്രീഷ്മ, BJPയുടെ മേഖലാ സെക്രട്ടറി, അതായത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ ചുമതലയുള്ള മേഖലാ സെക്രട്ടറിയായ MP രാജൻ സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് BJP പ്രവർത്തകരിൽ നിന്ന് തന്നെ കാശ് അടിച്ചു മാറ്റിയ കൈക്കൂലി വാങ്ങിയ വാർത്ത ഇന്നലെയാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഈ വാർത്ത വലിയ വിവാദമായതിനെ തുടർന്ന്, വലിയ ചർച്ചാ വിഷയമായതിനെ തുടർന്ന് MP രാജനെതിരെ അടിയന്തരമായി കേസെടുത്ത് കുറ്റ്യാടി പോലീസ് MP രാജനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇന്നലെ തന്നെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടുതൽ അന്വേഷണത്തിലാണ് വിവിധ തരത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. MP രാജൻ ഈ തുക വാങ്ങി എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന ടെലിഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സംഭാഷണം നടത്തിയിരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി രാജേഷ് എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. MP രാജനും ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നു എന്ന രീതിയിലാണ് ഈ ശബ്ദ സംഭാഷണം വാട്സപ്പ് വഴിയാണ് രാജേഷ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ആ സംഭാഷണം കേട്ടാൽ നമുക്ക് വ്യക്തമാകും, ഈ കാശ്, അതായത് പരാതിക്കാരൻ അശ്വത് പറഞ്ഞ തുക MP രാജൻ കൈപ്പറ്റി എന്ന് തന്നെയാണ് ആ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാവുന്നത്. പക്ഷേ രാജനെ ന്യായീകരിക്കാൻ തക്കതായ സംഭാഷണമായതുകൊണ്ട് തന്നെ അതിൽ സംഘപരിവാറിന്റെ ന്യായീകരണം ഈ തുക ബാംഗ്ലൂരിലെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിക്ക് നൽകാൻ വേണ്ടി ആണ് വാങ്ങിയത് എന്നാണ്. 1 ലക്ഷം രൂപ രാജൻ മുഖാന്തരവും 40,000 നേരിട്ട് നൽകിയെന്നാണ് ഈ സംഭാഷണത്തിൽ പറയുന്നത്. എന്നാൽ അശ്വന്ത് നൽകിയ പരാതിയിൽ, പോലീസിന് നൽകിയ പരാതിയിലും പീപ്പിൾ TVയോട് നടത്തിയ വെളിപ്പെടുത്തലിലും അശ്വന്ത് പറഞ്ഞിരിക്കുന്നത് ആ തുക രാജന് നേരിട്ട് തന്നെ നൽകിയെന്നാണ്. അതിനുശേഷം ജോലി നൽകാമെന്ന് പറഞ്ഞ് ജോലി നൽകിയില്ല. ആ പണം തിരികെ ചോദിച്ചപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് അശ്വന്ത് ഇന്നലെ പറഞ്ഞത്. ഏതാണ്ട് ആ വെളിപ്പെടുത്തലിന് സമാനമായ മറ്റൊരു തെളിവാണ് ഇപ്പോൾ രാജേഷിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. ഏതായാലും കാശ് MP രാജൻ കൈപ്പറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അക്കാര്യം തന്നെയാണ് ഈ സംഭാഷണത്തിൽ പറയുന്നതും. അതുപോലെ ഇതുപോലെയുള്ള നിരവധി വിവരങ്ങൾ ആ പ്രദേശത്തെ BJPയുടെയും RSSന്റെയും പ്രവർത്തകരുടെ കയ്യിലുണ്ട്. അതിൽ നിരവധി പേർ പറ്റിക്കപ്പെട്ടു എന്നുള്ള സംഭവമുണ്ട്. അവരെല്ലാം തന്നെ വലിയ അമർഷത്തിലാണ്. പക്ഷെ നേതൃത്വത്തിന്റെ ഭീഷണി മൂലം ഈ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിന്റെ ഭീഷണി മൂലം ഇവരൊന്നും തന്നെ ഇത് പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടിയാണുള്ളത്. ഗിരീഷ്മ, കുട്ടൻ, അതോടൊപ്പം തന്നെ ഒരു MP രാജൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല സൈന്യത്തിലേക്ക് ഒരു ജോലി എന്നത്. അതിന് വാഗ്ദാനം നൽകുക എന്നത്, അതിൽ തന്നെ വ്യക്തമായ പിന്തുണ MP രാജന് ഉണ്ട് എന്ന് വേണ്ടേ കരുതാൻ? അതായത് കൂടുതൽ നേതാക്കൾ ഇതിലേക്ക് ഉൾപ്പെടാൻ സാധ്യതയില്ലേ?
ഈ സംഭാഷണത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് ബാംഗ്ലൂരിൽ സൈന്യത്തിൽ നിന്നും വിരമിച്ച അതായത് സൈന്യത്തിൽ ഉന്നതമായ പദവികൾ വഹിച്ച് ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം ചില ആൾക്കാർ അവിടെ റിക്രൂട്ടിംഗ് ഏജൻസി നടത്തുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത്തരം ഏജൻസികളുമായി പോലും ഈ MP രാജനും BJP നേതാക്കൾക്കും വലിയ ബന്ധമുണ്ട് എന്നാണ് ഈ സംഭാഷണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. അവിടെ 5 ലക്ഷം രൂപയധികം ഒരു സൈന്യത്തിൽ ജോലിക്ക് ചേരുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ അവിടെ കൊടുത്താൽ മാത്രമേ ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഈ ജോലിക്ക് വളരെ സുഗമമായി പ്രവേശിക്കാൻ പറ്റുമെന്നാണ് ഹിന്ദു ഐക്യവേദി നേതാവ് രാജേഷ് വെളിപ്പെടുത്തുന്നത്. ഈ പറയുന്ന പരാതിക്കാരനായ അശ്വന്തിനെ അവിടെ കൊണ്ടുപോയത് സൈന്യത്തിലെ കുക്ക് എന്ന പോസ്റ്റിലേക്കാണ്. ആ പോസ്റ്റിന് പോലും 5 ലക്ഷം രൂപയാണ് അവിടെ വാങ്ങുന്നതെന്നാണ് ഈ രാജേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ MP രാജന്റെ വലിയ സ്വാധീനം മൂലമാണ് ആ 5 ലക്ഷം എന്നുള്ളത് 1.5 ലക്ഷം രൂപയായി കുറച്ചതെന്നാണ് രാജേഷിന്റെ വെളിപ്പെടുത്തൽ പറയുന്നത്. എന്നാൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ MP രാജനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു ആരോപണം. അതിന് മുകളിലുള്ള നേതാക്കൾ MP രാജൻ ഈ മലബാർ മേഖലയിലെ ഒരു മേഖലാ സെക്രട്ടറി മാത്രമാണ്. അദ്ദേഹം വിചാരിച്ചാൽ ഇത്തരത്തിൽ നേരിട്ടൊരു ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുകളിലേക്ക് കൂടിയുള്ള നേതൃതലത്തിൽ ഉള്ളവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സത്യാവസ്ഥകൾ പുറത്തു വരികയുള്ളൂ. ഏതായാലും അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഗ്രീഷ്മ കുട്ടൻ, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോഴയിൽ പണം വാങ്ങിയെന്ന് സതീഷ് നായരും ഇപ്പോൾ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കോഴയിൽ പണം വാങ്ങിയത് രാജേഷും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഇത്തരത്തിൽ അധികാരത്തിന്റെ മറവിൽ കച്ചവടമാക്കുകയാണോ ഇപ്പോൾ കേരളത്തിലെ BJP നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗ്രീഷ്മ, കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ BJP നേതാക്കൾ ഇത്തരത്തിലുള്ള നിരവധിയായ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട്. നേരത്തെ വാജ്പേയി സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള കാലത്ത് പെട്രോൾ പമ്പ് കുംഭകോണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ നേതാക്കൾ കോഴിക്കോട് ജില്ലയിലെയും അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ജില്ലകളിലുള്ള BJP നേതാക്കൾ അതുപോലെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ വലിയ ആരോപണങ്ങളിൽ കുടുങ്ങിയവരാണ്. അതിലെല്ലാം കഴമ്പുണ്ട് എന്ന് അതിനുശേഷം നടത്തിയ അന്വേഷണങ്ങൾ വ്യക്തമായതുമാണ്. അതിനെ തുടർന്നാണ് ഈ ഒരു കേന്ദ്രത്തിലെ BJPയുടെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഘട്ടത്തിലും വിവിധ തലങ്ങളിലുള്ള അഴിമതിയുടെ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന മെഡിക്കൽ അഴിമതി, അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന സൈനിക പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സൈന്യത്തിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുള്ള അഴിമതി, ഇത് കൂടാതെ ഇനിയും ഈ മേഖല മലബാർ മേഖല കേന്ദ്രീകരിച്ച് തന്നെ നിരവധിയായ അഴിമതി കഥകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട നിരവധി അന്വേഷണങ്ങൾ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. ക്വാറികൾക്ക് പാരിസ്ഥിതിക അനുമതി വാങ്ങി നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള വലിയ അഴിമതികൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആരോപണ വിധേയനായ MP രാജൻ തന്നെ MP രാജനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ BJP നേതാക്കൾ ഉൾപ്പെട്ട മറ്റ് പല അഴിമതി ആരോപണങ്ങളെ കുറിച്ചും കേൾക്കുന്നുണ്ട്. അതെല്ലാം പോലീസ് അന്വേഷണ വിധേയമാക്കാൻ പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രീഷ്മ കുട്ടൻ, അതായത് അധികാരത്തിൽ എത്തിയാൽ അഴിമതി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞൊരു സർക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അവരുടെ മറവിൽ സംസ്ഥാനത്തെ BJP നേതൃത്വം ഇപ്പോൾ വ്യാപകമായ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ 5 കോടിയോളം രൂപ അഴിമതി നടന്നിരിക്കുന്നു. ഇപ്പോൾ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ 5 ലക്ഷത്തോളം. ഇങ്ങനെ വ്യാപകമായ അഴിമതി എല്ലാ തരത്തിലും വ്യാപിപ്പിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം എന്ന് വേണ്ടേ കരുതാൻ? ഗ്രീഷ്മ, ഓരോ തലങ്ങളിലും ഏതൊക്കെ മേഖലയിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ടോ അവിടെയൊക്കെ ഇതൊരു കച്ചവടമാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ് കേരളത്തിലെ BJP നേതാക്കൾ ശ്രമിച്ചിരിക്കുന്നതെന്നാണ് പുതിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദേശീയ നേതാക്കൾ, അതുപോലെ സംസ്ഥാന നേതാക്കൾ, ഓരോ ജില്ലയിലെയും നേതാക്കൾ, പ്രാദേശിക തരത്തിലുള്ള നേതാക്കൾ പോലും ഇത്തരത്തിലുള്ള വലിയ അഴിമതി നടത്തുന്നു. നമുക്കറിയാം, കോഴിക്കോട് നടന്ന BJPയുടെ ഏറ്റവും പ്രസ്റ്റീജായ പരിപാടിയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ദേശീയ കൗൺസിൽ യോഗം. പ്രധാനമന്ത്രിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കൾ പങ്കെടുത്ത് അത്രയും വിപുലമായ ചടങ്ങ് സംഘടിപ്പിച്ച ആ പരിപാടിയിൽ പോലും, ആ പരിപാടിയുടെ സംഘാടനത്തിന് പോലും കോടിക്കണക്കിന് രൂപയുടെ കൃത്രിമം നടന്നു, കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്നുള്ളത് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വ്യക്തമായതാണ്. വ്യാജ റെസീറ്റ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് പിരിച്ചാണ് BJP നേതാക്കൾ കാശ് സമ്പാദിച്ചത്. അതുപോലെ ഓരോ മേഖലയിൽ തങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കാശ് സംഘടിപ്പിക്കാൻ പറ്റുമോ, എവിടെ നിന്നൊക്കെ ഫണ്ട് പിരിക്കാൻ പറ്റുമോ, എവിടെ നിന്നൊക്കെ കോഴ വാങ്ങാൻ പറ്റുമോ ആ മേഖലയിലേക്കൊക്കെ വ്യാപരിച്ചുകൊണ്ടുള്ള ഒരു അഴിമതി പ്രവർത്തനം തന്നെയാണ് BJP നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നൽകുന്ന വാർത്തകൾ മാത്രമല്ല, കൃത്യമായ തെളിവുകൾ അതിനുണ്ട്.
ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്നലെ MP രാജൻ ഈ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് കോഴ വാങ്ങിയ വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ കുറ്റ്യാടി പോലീസിനെ സംബന്ധിച്ച പ്രാഥമികമായ അന്വേഷണം നടത്തി ഇതിൽ കൃത്യമായി വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ രാജനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ വളരെ നിർണായകമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ പുതിയ ശബ്ദരേഖയിലൂടെ ഹിന്ദു ഐക്യവേദി നേതാവിന്റെ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. രാജനെ ന്യായീകരിക്കാൻ തക്കത്തിലാണ് ഈ ശബ്ദരേഖ തയ്യാറാക്കി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി സംഘപരിവാർ സംഘടനകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ച ശബ്ദരേഖയാണിത്. പക്ഷേ ഈ ശബ്ദരേഖ തന്നെ രാജന് കുരുക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ രാജൻ ഡൊണേഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും ആ തുക കൈപ്പറ്റിയെന്നാണ് വ്യക്തമാവുന്നത്. ഗിരീഷ്മ, വ്യക്തമാണ്. സൈന്യത്തിൽ ജോലി ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകി BJP നേതാവ് MT രാജൻ പണം വാങ്ങിയതായി സ്ഥിരീകരണം. ഹിന്ദു ഐക്യവേദി നേതാവ് P രാജേഷിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്.